ഡാർലിംഗ്, ഞാൻ നിനക്ക് വേണ്ടി ചോദ്യപേപ്പറുകൾ ചോർത്തിയിട്ടുണ്ട്. എപ്പോഴാണ് നീ എന്നെ കാണാൻ വരുന്നത്? പരീക്ഷയ്ക്ക് മുൻപ് വീട്ടിൽ നിന്ന് വരണം. നിനക്ക് പേപ്പറുകൾ കോളേജിൽ വെച്ച് തരാം. നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന കേസിൽ അറസ്റ്റിലായ ലക്നൗ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പരംജിത്ത് സിംഗിൻ്റെ ഫോൺ സംഭാഷണമാണിത്. ചോർത്തിയ പരീക്ഷാ പേപ്പറുകളുടെ പേരിൽ പരംജിത്ത് തന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിദ്യാർത്ഥിനി സർവകലാശാല അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. അതിനിടെ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. ഇതോടെ കേസിൽ CBI അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 9 ആയിട്ടുണ്ട്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർത്ത് നൽകാമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. 2 പേപ്പറുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും തന്നെ കാണാൻ എപ്പോൾ വരുമെന്നും ലക്നൗ സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ പരംജിത്ത് സിംഗ് വിദ്യാർത്ഥിനിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചോദ്യപേപ്പർ തനിക്ക് വേണ്ടെന്നാണ് വിദ്യാർത്ഥിനി ഇതിന് നൽകിയ മറുപടി. ചോർത്തിയ ചോദ്യപേപ്പറുകളുടെ പേരിൽ തന്നെ പരംജിത്ത് നിരന്തരം ഉപദ്രവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി BSc സുവോളജി അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് ഫോൺ സംഭാഷണം സർവകലാശാല അധികൃതർക്ക് നൽകിയത്. അമ്മയുടെ ആരോഗ്യ കാരണങ്ങളാൽ അവധിയിലായിരുന്നപ്പോൾ പരംജിത്ത് തന്നെ നിരന്തരം വിളിക്കുകയും കോളേജിലെത്താൻ നിർബന്ധിക്കുകയും ചെയ്തെന്നും വിദ്യാർത്ഥിനി ആരോപിച്ചു. ഫോൺ സംഭാഷണത്തിന്റെ രേഖ സർവകലാശാല പോലീസിന് കൈമാറി. പിന്നാലെ പരംജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപികയും അറസ്റ്റിലായി. പൂനെയിൽ അധ്യാപികയായ മനീഷയെ ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് CBI അറസ്റ്റ് ചെയ്തത്. ഇതോടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം 9 ആയി. നീറ്റ് ചോദ്യപേപ്പർ തയ്യാറാക്കാനും പരീക്ഷ നടത്തിപ്പിനുമായി NTA രൂപീകരിച്ച വിദഗ്ധരുടെ സമിതിയിൽ ഇവരും അംഗമായിരുന്നു. ഈ അവസരം ഉപയോഗിച്ചാണ് പ്രതി ചോദ്യപേപ്പർ ചോർത്തിയതെന്നാണ് വിവരം. നീറ്റ് പരീക്ഷയിലെ ബോട്ടണി, സുവോളജി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം മനീഷയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്നതായാണ് സൂചന. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ലാത്തൂരിലെ കെമിസ്ട്രി പ്രൊഫസറായ PV കുൽക്കർണിയെയും കഴിഞ്ഞ ദിവസം CBI അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളും സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർത്തി നൽകിയതായാണ് CBI അന്വേഷണത്തിലെ കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.